ഇന്ന് രാത്രി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചാറുകറി ഒന്നുമില്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് പരിപ്പും തക്കാളിയും വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2-3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ പരിപ്പ് തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇന്നലെ കുറച്ച് നിലക്കടല വാങ്ങിയായിരുന്നു. എന്നാൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പരിപ്പ് വേണ സമയം കൊണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. റോസ്റ്റ് ചെയ്തതല്ലായിരുന്നു, പച്ചയായിട്ടോ വാങ്ങിയത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 1/2 കിലോ കടലയായിട്ടോ വാങ്ങിയത്, അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കുമ്പം നമ്മുടെ കടലയിലേക്ക് ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ തീയിലിട്ടു. അതിൻ്റെ ഇടയ്ക്ക് പരിപ്പൊക്കെ വെന്ത് വന്നു. ഞാൻ പിന്നെ തേങ്ങയൊക്കെ അരച്ച് താളിച്ചൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടല റെഡി ആവണതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ലിച്ചും കൂടി പയറും കൂടി ഒരുക്കി വെക്കണം കേട്ടോ. അതാകുമ്പോൾ പിന്നെ രാവിലെ കുറച്ച് പണി കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിൻ്റെ പുറത്ത് തോലിൻ്റെ കളറൊക്കെ മാറി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടലയൊക്കെ നല്ല സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ക്ലീനാക്കി എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മുവാണെങ്കിൽ കാലുവേദന എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ പോയിരുന്ന് കാലൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പയറിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ടു. നമ്മൾ അപ്പോൾ ഉള്ള വേസ്റ്റ് എല്ലാം ക്ലീനാക്കി അപ്പം തന്നെ മാറ്റുവാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലീനിങ് കുറച്ചും കൂടി എല്ലാം കഴിയുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ കടലയുടെ ചൂടൊക്കെ അറിയപ്പോൾ നമ്മൾ അതൊക്കെ തോല് കളഞ്ഞെടുത്ത് ഒരു ചില്ലിൻ്റെ ഭരണിയിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെച്ചു കേട്ടോ. നമ്മൾ 1/2 കിലോ കടല റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രയും കിട്ടിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പം അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങ ചിരകിയതില്ലായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ചിരകാൻ മടിയായതുകൊണ്ട് പിന്നെ രാവിലെ ചിരണ്ടിയിട്ട് അരച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ച് അരിപ്പൊടിയും ഈസ്റ്റും ചോറും മാത്രം അരച്ച് ഒഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ ഞാനും ലിച്ചും കൂടി നേരത്തെ നന്നാക്കിയ പയർ മറ്റൊരു ബോക്സിനകത്താക്കിയിട്ട് നാളത്തേക്ക് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കും കൂടി വെച്ചു.